الحمد لله. الحمد لله الواحد القهار العزيز الجبار قابل التوب وشديد العقاب ذي الطول. وصلى الله على محمد وسلم. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين. فمن ابتغى وراء ذلك فأولئك هم العادون والذين هم لأماناتهم وعهدهم راعون. സ്നേഹ ആദരണീയരായ വിശ്വാസിനികൾ, സഹോദരി സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ഭയപ്പെട്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് വളരെ പ്രാധാന്യത്തോടും ഗൗരവത്തോടും കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ വിളിക്കാനുണ്ടായ ചില സന്ദർഭങ്ങളുണ്ട്. ചരിത്രപരമായ വിശദീകരണത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. യാ ഇബ്നുൽ ഖത്താബ് ഇദ്ഹബ് ഫനാദു ഫിന്നാസ്, ഖത്താബിന്റെ മോനെ പോ, ജനങ്ങളിലേക്ക് പോ, എന്നിട്ട് അവർക്കിടയിൽ നീ വിളംബരം നടത്തണം, ജനങ്ങളോട് പ്രഖ്യാപിക്കണം. അന്നഹു ലാ യദ്ഖുലുൽ ജന്നത ഇല്ലൽ മുഅ്മിനൂൻ, മുഅ്മിനുകളല്ലാതെ, വിശ്വാസികളല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് ജനങ്ങളെ അറിയിക്കണം. സ്വർഗപ്രവേശനത്തിന്റെ, ജീവിത വിജയത്തിന്റെ അടിസ്ഥാനപരമായ മാനദണ്ഡം എന്ന് പറയുന്നത് അത് ഈമാനാണ്, വിശ്വാസമാണ്, മുഅ്മിനാവുക എന്നുള്ളതാണ്. നമ്മളൊക്കെ മുഅ്മിനുകളാണോ? ഒരു മുഅ്മിൻ, പ്യുവർ മുഅ്മിൻ, യഥാർത്ഥ മുഅ്മിൻ, അവനിൽ പ്രകടമാകുന്ന കുറേ ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങൾ നമ്മിൽ ഉണ്ടെങ്കിൽ നമ്മൾ യഥാർത്ഥ വിശ്വാസി. ആ ഗുണങ്ങൾ കുറവുണ്ടെങ്കിൽ ഈമാനിൽ കുറവുണ്ട്. ഈമാൻ കൂടും കുറയും ചെയ്യുന്ന ഒരു സാധനമാണ് ഈമാൻ. പള്ളിയിലൊക്കെ ഇരിക്കുമ്പോൾ നല്ല ഈമാനാവും. ഇവിടുന്ന് ഇറങ്ങിപ്പോയിട്ട് 1 മണിക്കൂർ കഴിഞ്ഞാൽ ഈമാൻ ഇങ്ങനെ കുറയും. പിന്നെ അസർ നിസ്കരിക്കാൻ വരുമ്പോൾ ഈമാൻ കൂടും. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്നൊക്കെ മനസ്സറിഞ്ഞ് പറയുമ്പോൾ അൽ ഈമാനു യസീദു വ യൻഖുസു എന്ന പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് പറഞ്ഞു. ദീനിന്നാണ് പുറത്തേക്ക് പോകുന്നില്ല. ഒരാൾ അസർ നിസ്കരിച്ചില്ല, ബോധപൂർവം നിസ്കരിച്ചില്ല,
എന്നിട്ട് വന്നിട്ട് മഗ്‌രിബ് നിസ്കരിച്ചു. ദീനൊന്ന് പുറത്തു പോകും. തുടർച്ചയായി നിസ്കാരം ഉപേക്ഷിച്ചാൽ ദീനൊന്ന് പുറത്തു പോകും. നിസ്കാരമൊന്നും ഇസ്ലാമിൽ ഇല്ല എന്ന് ഒരാൾ വായോണ്ട് വെറുതെ പറഞ്ഞാൽ മതി, നിസ്കരിക്കാതിരിക്കൊന്നും വേണ്ട, അപ്പോഴും പോകുമ്പോൾ. അതുകൊണ്ട് കൂടുകയും കുറയുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ടാവും. മുഅ്മിനിന്റെ ഗുണങ്ങൾ, ലക്ഷണങ്ങൾ, ക്വാളിറ്റികൾ പറയപ്പെട്ടത് ഒന്നും നമ്മിലില്ലെങ്കിൽ നമ്മൾ ഈമാൻ തീരെയില്ല എന്ന്. ഒരു തിന്മ കണ്ടാൽ കൈകൊണ്ട് പിടിച്ച് തടയണം, കഴിഞ്ഞില്ലെങ്കിൽ നാവുകൊണ്ട് ഉപദേശിച്ച് തടയണം. അതിനും പറ്റില്ല, മനസ്സിൽ വെറുപ്പുണ്ടാകണം. അത് ഈമാന്റെ ഏറ്റവും ദുർബലാവസ്ഥ. സമൂഹത്തിലൊരു തിന്മ കണ്ടിട്ട് മനസ്സിലൊരു വെറുപ്പും തോന്നുന്നില്ല, അവനായി അവന്റെ പാടായി എന്ന് നമ്മൾ കരുതി നമ്മൾ പുറം തിരിഞ്ഞു നടന്നാൽ ഈമാൻ ഏറ്റവും കുറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥ. അതും കൂടി ഇല്ലാത്തവന്റെ അവസ്ഥ എന്തായിരിക്കും? അത് ഉണ്ടാവണം. മനസ്സിൽ വെറുപ്പ് വെച്ച് പുലർത്തുക എന്നത് അളഫുൽ ഈമാനിൽ പെട്ടതാകും. വിശ്വാസികളിൽ പ്രകടമാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 5 ഗുണങ്ങൾ, ആ 5 ഗുണങ്ങളെ എടുത്തു പറയുന്ന വചനങ്ങളാണ് ഖുതുബയുടെ തുടക്കഭാഗത്ത് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. വിശുദ്ധ ഖുർആൻ സൂറത്തെ മുഅ്മിനൂൻ, വിശ്വാസികൾ, സത്യവിശ്വാസികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന അധ്യായം. അതിന്റെ പ്രാരംഭ ഭാഗത്തെ 10-11 വരുന്ന ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നു, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. ആരാ വിശ്വാസി? അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ അവരുടെ നമസ്കാരത്തിൽ ഖുശൂ ഉള്ള ആളുകളാണ്. പൂർണ്ണമായ കീഴ്വണക്കമാണ്, പൂർണ്ണമായ വിനയപ്രകടനമാണ്, പൂർണ്ണമായ മനസ്സാന്നിധ്യത്തെ കൊണ്ടുവരലാണ്, എല്ലാ നിലക്കുമുള്ള ഭക്തിയുടെ പ്രകടനം. അതിൽ ശ്രദ്ധിക്കുക, അതിലെന്താ ഓതുന്നെന്ന് ബോധം ഉണ്ടാവുക, അതിലെ പ്രാർത്ഥനകൾ വരുമ്പോ മനസ്സൊന്ന് പടക്കുക, ഖുർആൻ ഓത്ത് കേൾക്കുമ്പോ നരകത്തെ കുറിച്ച് പറയുമ്പോ പേടി ഉണ്ടാവുക, സ്വർഗത്തെ കുറിച്ച് പറയുമ്പോ ആ സമയത്ത് പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന. ഇമാം ഓതുമ്പോഴേ ബാക്കൊന്ന് മനസ്സിൽ പ്രാർത്ഥിക്കും. അള്ളഹാനോടുള്ള സംഭാഷണ നമസ്കാരം. നാട്ടുകാര് വന്ന് സലാം പറഞ്ഞാൽ മടക്കാൻ പാടില്ല, അള്ളഹാനായിട്ടുള്ള എല്ലാ ഇടപാടും ആകാം. തുമ്മിയാൽ അൽഹംദുലില്ലാ എന്ന് പറയാം, അത് അള്ളാഹുവിനോടുള്ള സംസാരമാണ്. റബ്ബേ നിനക്കാകുന്നു സർവസ്തുതികളും. പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് വിളിച്ചാൽ അവനോട് വർത്താനം പറയാൻ പാടില്ല. റബ്ബുമായിട്ടുള്ള ഇടപാടുകൾ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ നടത്താവുന്നതാണ്. സമ്പൂർണമായ കീഴൊതുങ്ങിക്കൊണ്ടുള്ള ഒരു നമസ്കാരം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, അൽ ഖുശൂ എന്ന് പറഞ്ഞാൽ ഖിയാമുൽ ഖൽബി ബൈന യദൈ റബ്ബ് വൽ ഖുദൂഇ വദ്ദില്ല, വിനയത്തിന്റെ കീഴ്വണക്കത്തിന്റെ പൂർണ്ണാവസ്ഥ കൊണ്ട് റബ്ബിന്റെ മുൻപിൽ നിൽക്കുന്നതിനാണ് ഖുശൂ എന്ന് പറയാം. അങ്ങനെ ഖുശൂഓടുകൂടി ആര് നമസ്കരിക്കുന്നുവോ അവൻ മുഅ്മിനാണെന്ന്. അങ്ങനെ ആര് മുഅ്മിനായോ ഖദ് അഫ്ലഹ, അവൻ വിജയിച്ചിരിക്കുന്നു എന്നാണ് സൂറത്ത് മുഅ്മിനൂന്റെ പ്രാരംഭ ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കുന്നു. ജനങ്ങൾ ഇന്നത് പോകും. പള്ളിയിൽ 500 ആള് നിസ്കരിക്കാണ്ടെങ്കിൽ വളരെ കുറഞ്ഞ എണ്ണം ആളുകളിൽ മാത്രമേ ഖുശൂ ഉണ്ടാവുകയുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ചടങ്ങ് മാത്രമായി തീരും. ഉബാദത്ത് ബിൻ സാമിത് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അവ്വലു ഇൽമിൻ യുർഫഉ മിനൻ നാസ് അൽ ഖുശൂ, ജനങ്ങളിൽ നിന്ന് ആദ്യം ഉയർത്തപ്പെടുന്ന അറിവെന്ന് പറയുന്നത് ഖുശൂ ആകുന്നു എന്ന്. ആദ്യം ഉയർത്തപ്പെടുന്ന പലതിനെ സംബന്ധിച്ചുള്ള ഹദീസുകൾ കാണാം. ആദ്യഘട്ടത്തിൽ ജനങ്ങൾ നഷ്ടപ്പെട്ടു പോകും ഖുശൂ. അത് ഏതുവരെ എത്തും? യൂഷികു അൻ തദ്ഖുലൽ മസ്ജിദ ജമാഅത്തിൻ ഫലാ തറാ ഫീഹി റജുലൻ ഖാശിആ, നീ ഒരു പള്ളിയിലേക്ക് പ്രവേശിച്ചാൽ അവിടെ ഖുശൂഓടുകൂടി നമസ്കരിക്കുന്ന ആരെയും കാണാൻ സാധ്യമല്ലാത്ത ഒരവസ്ഥ ഈ ഉമ്മത്തിന് പ്രകടമാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി സ്വഹാബി നമ്മെ അറിയിക്കുകയാണ്. റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, അസ്വഉൻ നാസി സരിഖത്തുൽ ലതി യസ്രിഖു സലാത്ത്, ഒരു വ്യക്തി അവൻ മോഷ്ടിക്കുന്ന മോഷണങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ മോഷണം, അവൻ നടത്തുന്ന കളവിൽ വെച്ച് ഏറ്റവും വലിയ കളവ്, അത് നമസ്കാരത്തിലെ കളവാകും. സഹാബത്ത് ചോദിച്ചു, ഖാലു യാ റസൂലല്ലാഹ് കൈഫ യസ്രിഖു, നിസ്കാരത്തിൽ നിന്ന് എങ്ങനെ മോഷ്ടിക്കാൻ, നമസ്കാരത്തിൽ എങ്ങനെയാണ് കളവ് കാണിക്കുക? ഖാല റസൂലുള്ളാഹ് മറുപടി പറഞ്ഞു, ലാ യുതിമ്മു റുകൂഅഹ വലാ സുജൂദഹ, അതിന്റെ റുകൂഇനെ പൂർത്തീകരിക്കാതിരിക്കുക, അതിന്റെ സുജൂദിനെ പൂർത്തീകരിക്കാതിരിക്കുക.
റുക്കൂ ചെയ്തോ? ചെയ്തു. ചെയ്തിട്ടില്ലേ? ചെയ്തിട്ടില്ല. ഈ കോലത്തിലാ റുക്കൂ. ആ റുക്കൂഇന് ഒരു തുമഈനീനത്ത്, ഒരടക്കം, ഒരു ശാന്തത അവന്റെ റുക്കൂഇൽ പ്രകടമാകേണ്ടത്. സുജൂദിൽ അത് ഉണ്ടാവേണ്ടതാണ്. അവിടെ നിർവഹിക്കുന്ന ദുആ, ആ ദുആ നിർവഹിക്കാൻ ആവശ്യമായ സമയം അവൻ റുക്കൂഇനും സുജൂദിനും നൽകേണ്ടതാണ്. ആ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെ കുറിച്ച്, അതിന്റെ അർത്ഥ ഗാംഭീര്യത്തെ കുറിച്ച്, സുബ്ഹാന റബ്ബിയൽ അളീം, സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് ഉച്ചരിക്കുന്ന ആ ഒരു മന്ത്രധ്വനിയെ സംബന്ധിച്ചുള്ള ഒരു ധാരണയും ബോധവും ശ്രദ്ധയും അതൊക്കെ ഉണ്ടാകുമ്പോൾ മാത്രമേ ആ സുജൂദും റുക്കൂഉം അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുകയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇന്ന റജുൽ യുസല്ലി 60 സന, അവൻ 60 വർഷം അവൻ നമസ്കരിക്കും. 60 കൊല്ലം ആയുസ്സിൽ ഒരു മനുഷ്യൻ നമസ്കരിക്കും. വമാ തഖബ്ബല ലഹു അസ്സലാത്ത്, അവനിൽ നിന്ന് അവന്റെ നമസ്കാരത്തെ അല്ലാഹു സ്വീകരിക്കുകയില്ല. എന്തേ കാരണം? പല കാരണങ്ങൾ ഉണ്ടായേക്കാം. ഒരു കാരണം അവൻ റുകൂഇനെ പൂർത്തീകരിക്കുകയും എന്നാൽ സുജൂദ് പൂർത്തീകരിക്കപ്പെടാതിരിക്കുകയും ചെയ്തേക്കാം. ഒരുപക്ഷെ അവൻ സുജൂദിനെ പൂർത്തീകരിച്ചേക്കാം, പക്ഷെ അവൻ റുകൂഇനെ പൂർത്തീകരിക്കുകയില്ല. നമസ്കാരത്തിന്റെ അർക്കാനുകളിൽ, അതിന്റെ വാജിബാത്തുകളിൽ എവിടെയെങ്കിലും ഒക്കെയുള്ള വീഴ്ചകളാണ് അവന്റെ നമസ്കാരം അത് പൂർത്തീകരിക്കപ്പെടാതെ പോകുന്നതായി മാറുന്നത് എന്ന് പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഞാൻ വസിയ്യത്ത് ചെയ്യുന്നു. നമസ്കാരത്തെ ആസ്വാദ്യകരമാക്കി തീർക്കാൻ നമ്മൾ പരിശ്രമിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഹബ്ബിബ ഇലയ്യ ത്വയ്ബ് വന്നിസാ, എനിക്കിഷ്ടമാണ് സ്ത്രീകളെ, ത്വയ്ബ് സുഗന്ധത്തെ. നമ്മുടെ കൂട്ടത്തിൽ എല്ലാവർക്കും സ്ത്രീകളെ ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവനൊക്കെ ഉണ്ട്. സംഗതി പേരിന് കല്യാണം കഴിച്ചിട്ടുണ്ടാകും, കുടുംബജീവിതത്തിലെ മര്യാദകളൊന്നും പാലിക്കാത്ത വലിയ താല്പര്യമൊന്നും ഇല്ലാത്തവർ. ദ്വീപിനെ, സുഗന്ധത്തെ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരുണ്ടാവും. റസൂലുള്ളയുടെ സ്വഭാവം പറയുക, എനിക്ക് സ്ത്രീകളോട് ഇഷ്ടമാണ്, എനിക്ക് ദ്വീപിനെ ഇഷ്ടമാണ്, എന്നാൽ എന്റെ കൺകുളിർമ, ജീവിതത്തിന്റെ ആസ്വാദനം എന്ന് പറയുന്നത് നമസ്കാരത്തിലാവും. ജീവിതത്തിൽ ഒരു ടെൻഷൻ ഉണ്ടായാൽ റസൂലുള്ളാഹി നേരെ ഒളിവെടുത്ത് 2 റക്അത്ത് നമസ്കാരം നിർവഹിക്കുമായിരുന്നു. ആ സുജൂദിലേക്ക് ചെല്ലുമ്പോൾ പുറം ലോകത്തെ പൂർണ്ണമായി മറന്ന്, പൂർണ്ണമായ തഖ്വയെയും ഖുശൂഇനെയും കൊണ്ടുവന്ന് തന്റെ റബ്ബിനോട് തന്റെ പ്രശ്നങ്ങൾ ഏറ്റുപറഞ്ഞ് ആ റബ്ബിലേക്ക് പൂർണ്ണമായി തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് തന്റെ ശരീരത്തെ വിടുതലാക്കി സമാധാനം റസൂലുള്ളാഹി നമസ്കാരത്തിലൂടെ സുജൂദിലൂടെ നേടിയിരുന്നു. റസൂലുള്ളാഹി ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറയുമായിരുന്നു, യാ ബിലാൽ അരിഹ്നാ ബിസ്സലാ, നമസ്കാരം കൊണ്ട് ബിലാലെ നമുക്കൊന്ന് റാഹത്ത് നൽകണമെന്ന്. ബിലാലിനെ വിളിച്ചു പറയും, പള്ളിയിലെ ബാങ്ക് വിളിക്കുന്നവൻ, ഇഖാമത്ത് വിളിക്കുന്നവനാ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. ബാങ്ക് വിളിക്ക്, ഇഖാമത്ത് വിളിക്ക്, നമുക്ക് നിസ്കരിക്കാം, എന്നാൽ ഒരു ആസ്വാദനം കിട്ടും, ഒരു ആശ്വാസം കിട്ടുമെന്ന്. ഒരു വിശ്വാസിയുടെ ഏറ്റവും മുന്തിയ ഗുണമാണ്, ഉയർന്ന ക്വാളിറ്റിയാണ് ഖുശൂഅോടുകൂടി അവൻ നമസ്കാരം നിർവഹിക്കുക എന്നുള്ളത്. അത്തരത്തിലുള്ള നമസ്കാരം നിർവഹിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. രണ്ടാമതായി വിശ്വാസിയുടെ ഗുണമായി സൂറത്ത് മുഅ്മിനൂന്റെ തുടക്ക ഭാഗത്ത് അല്ലാഹു എടുത്തു പറയുന്നു, വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. വല്ലദീനഹും, അവർ, ആരാ അവര്? മുഅ്മിനൂൻ, വിശ്വാസികൾ. അനിൽ ലഗ്വി മുഅ്രിദൂൻ, ലഗ്വിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആളുകൾ. എന്താ ലഗ്വ്? തഫ്സീറുകളിൽ വ്യത്യസ്തങ്ങളായ വ്യാഖ്യാനങ്ങൾ കാണാം. അൽ ബാത്തുൽ, ബാത്തുലായ എല്ലാ കാര്യവും, നന്മക്ക് സത്യത്തിന് എതിരായ എന്തൊക്കെ ഉണ്ട് അതൊക്കെ ബാത്തിലായത് കണ്ട അതിന്റെ കൂടെ കൂടൂല. അതെന്താന്ന് ചോദിച്ചിട്ട് അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് പിന്നാലെ പോകൂല, അവനാന്റെ പണി നോക്കി തിരിഞ്ഞു പോവുക എന്നുള്ളത്. അതിനെ ശിർക്ക് എന്ന് വ്യാഖ്യാനിച്ച പണ്ഡിതന്മാരുണ്ട്. അൽ മആസി, പാപങ്ങളെയാണ് അവിടെ ലഗ്വ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വിശദീകരിച്ച മുഫസ്സിറുകളെ കാണാം. വമാ ലാ ഫായിദത ഫീഹി മിനൽ അഖ്വാലി വൽ അഫ്ആൽ, ഒരു ഉപകാരവും ഇല്ലാത്ത വാക്കും പ്രവർത്തനങ്ങളും എല്ലാം ഉൾപ്പെടുന്നതാണ് ലഗ്വ് എന്ന് പറയുന്നത്. തന്നെ ബാധിക്കാത്ത കാര്യം, തനിക്ക് ദോഷകരമായി വരാൻ സാധ്യതയുള്ള കുറ്റകരമായ കാര്യങ്ങൾ, ഇവയുടെ പിറകെ പോകാതെ, അവയുടെ കൂടെ കൂടികളാവാതെ അവയിൽ നിന്ന് വിട്ടകന്നു പോകുന്ന ആളുകൾ വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഫുർഖാനിൽ ഇബാദുർ റഹ്മാൻ,
പരമകാരുണികന്റെ പ്രിയപ്പെട്ട ദാസന്മാർ അവരുടെ ക്വാളിറ്റികൾ വിശദീകരിക്കുന്നിടത്ത് അല്ലാഹു പറയുന്നു, ഫഇദാ മറൂ ബില്ലഗ്വി മറൂ കിറാമാ. ഈ ഇബാദുർ റഹ്മാൻ ഉണ്ടല്ലോ, അവര് മറൂ ബില്ലഗ്വ്, ലഗ്വിന്റെ അടുക്കലൂടെ അവര് സഞ്ചരിക്കുമ്പോ മറൂ കിറാമ, അവരവര് മാന്യമായി അവിടുന്ന് തിരിഞ്ഞു വേറെ വഴിക്ക് നടന്നു പോകുന്നു. ഒരു തിന്മയും ലാഞ്ചന ഏൽക്കാത്ത വിധമുള്ള ഒരു ജീവിത സ്വഭാവ രീതി വെച്ചു പുലർത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ് തിന്മകൾ എന്നൊക്കെ പൂർണ്ണമായിട്ടും വിട്ട് അവനാനെ ബാധിക്കാത്തതിൽ നിന്ന് വിട്ടുനിൽക്കും. റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ, ഇസ്ലാമിലെ ഒരു വ്യക്തിയുടെ നന്മയിൽപ്പെട്ടതാകുന്നു ഒരാളുടെ അടുത്ത്, ഒരു മുസ്ലിമിന്റെ അടുത്ത് നന്മ ഉണ്ട് എന്നതിന്റെ അടയാളം തർക്കുഹു മാ ലാ യഅനി, അവനെ ബാധിക്കാത്ത കാര്യത്തെ അവൻ ഉപേക്ഷിക്കുക. എന്നെ ബാധിക്കൂലേ, എന്റെ വ്യക്തിത്വത്തെ ബാധിക്കൂല, എന്റെ കുടുംബത്തെ ബാധിക്കൂല, എന്റെ ദഅവ സംവിധാനങ്ങളെ ബാധിക്കൂല, എന്റെ പള്ളിയെ ബാധിക്കൂല, എന്റെ മഹല്ലിനെ ബാധിക്കൂല, എനിക്കൊരു ഉപകാരമില്ലേ, അതും ഇങ്ങോട്ട് വിട്ടു നിൽക്കും. എല്ലാ കാര്യങ്ങളിലും പോയി ഇടപെടുക, തലയിടുക, സംസാരിക്കുക, അഭിപ്രായം പറയാ, വേണ്ടതും പറയാ, വേണ്ടാത്തതും പറയാ, എല്ലാറ്റിന്റെയും കൂടെ കൂടിയിട്ട് ഇങ്ങനെ ഒഴുകുന്ന സ്വഭാവം അത് വിശ്വാസിയുടെ സ്വഭാവമല്ല. അവയിൽ നിന്ന് വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, ലഗ്വിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആളുകളാണ് വിശ്വാസികൾ. മൂന്നാമത്തേതായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വല്ലദീനഹും ലിസകാത്തി ഫാഇലൂൻ, അവർ അവരുടെ സകാത്ത് അത് പൂർണ്ണമായും നടപ്പിൽ വരുത്തുന്ന ആളുകളാണ്, പ്രയോഗവൽക്കരിക്കുന്ന ആളുകൾ. അതൊരു വിശ്വാസിയുടെ മുഖമുദ്രയാണ്. ഈമാൻ ഉള്ളവന്റെ ലക്ഷണമാണ് മറ്റുള്ളവന്റെ അവകാശത്തെ വകവെച്ച് നൽകുക എന്നുള്ളത്. ആ മേഖലയിലേക്ക് കടന്ന് വിശദീകരിക്കുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്തിനെ ഈമാനുമായി ബന്ധിപ്പിച്ചു. റസൂലുള്ളാഹി പറഞ്ഞു, അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി രേഖപ്പെടുത്തുന്ന ഹദീസിൽ, ലാ യുഅ്മിനു അഹദുക്കും, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങൾ ആരും തന്നെ വിശ്വാസികളാവുകയില്ല, നിങ്ങളുടെ വിശ്വാസം പൂർണ്ണത കൈവരിക്കുകയില്ല, ഹത്താ യുഹിബ്ബു ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി, തനിക്ക് എന്തുണ്ടോ ആ ഉള്ളതൊക്കെ തന്റെ സഹോദരനും ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നത് വരെ, ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങൾക്ക് ഈമാൻ പൂർത്തിയാവൂല. എനിക്ക് വീടുണ്ട്, സമ്പത്തുണ്ട്, കുടുംബമുണ്ട്, ജോലിയുണ്ട്, കച്ചവടമുണ്ട്, സംവിധാനങ്ങളൊക്കെ ഉണ്ട്, എന്റെ സഹോദരൻ, അയൽവാസി, ബന്ധു, കൂട്ടുകാരൻ, തന്റെ നാട്ടുകാരൻ, ഈ തന്റെ ബന്ധങ്ങളിൽ താൻ അറിയുന്ന ആളുകൾ, ഇതൊന്നും ഇല്ലായ്മയോടുകൂടി കഴിഞ്ഞുകൂടുന്ന ആളുകൾ, അവനും ഇത് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും തന്റെ കൈവശം അവന്റെ അവകാശങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ വകവെച്ചു കൊടുക്കുകയും ചെയ്യുന്നത് വരെ ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങൾ ആരും തന്നെ യഥാർത്ഥ വിശ്വാസികളായി തീരുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. തുടർന്ന് കൊണ്ട് അല്ലാഹു പറയുന്നു, വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, ലൈംഗിക അവയവങ്ങളെ സംരക്ഷിക്കുന്ന, സൂക്ഷിക്കുന്ന ആളുകൾ. മനുഷ്യന്റെ പ്രകൃതിപരമായ ആവശ്യമാണ് ലൈംഗികമായ ആവശ്യ പൂർത്തീകരണം എന്നുള്ളത്. അതിനുവേണ്ടി ഇസ്ലാം നിശ്ചയിച്ച വ്യവസ്ഥയാണ് ആണും പെണ്ണുമായി മനുഷ്യനെ സൃഷ്ടിച്ചു എന്നുള്ളത്. അതിനുവേണ്ടി നിയതമായ മതം അംഗീകരിച്ച മാർഗമാണ് ഔദ്യോഗികമായ പരസ്പരം അംഗീകരിക്കുന്ന, തൃപ്തിപ്പെടുന്ന വഴിയിൽ നിന്ന് താൻ ഏറ്റെടുക്കുന്ന തന്റെ ഇണ എന്നുള്ളത്. ഈ ഇണക്കപ്പുറത്തേക്ക് വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ ഇല്ലാ അലാ അസ്വാജിഹിം, ഇല്ലാ അലാ അസ്വാജിഹിം, തന്റെ ഇണകളിൽ നിന്നുള്ളതൊഴിച്ച്, പിന്നെ ഔമാ മലക്കത്ത് അയ്മാനുഹും, അടിമകൾ, ഭാര്യമാർ, അടിമകൾ, ഈ രണ്ട് മേഖലയിൽ നിന്നൊഴിച്ച് സ്വയംഭോഗമോ വ്യഭിചാരമോ സ്വവർഗരതിയോ ഏത് മേഖലയിലൂടെ ഒരാൾ ലൈംഗികമായ ആസ്വാദനം നടത്തിക്കഴിഞ്ഞാൽ അവനാണ് അക്രമം പ്രവർത്തിച്ചവൻ. ഒരു വിശ്വാസിയുടെ ലക്ഷണമാണ് സമ്പൂർണമായ ലൈംഗികമായ സൂക്ഷ്മത പാലിക്കുക എന്നുള്ളത്. ആ മേഖലയിൽ ഇന്ന് ആധുനിക ലോകത്ത് കണ്ണുകൊണ്ടും കാതുകൊണ്ടും നാവുകൊണ്ടും ഒക്കെയുള്ള വ്യഭിചാരം എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ച ഒരുപാട് തിന്മകൾ വ്യാപകമായ കാലഘട്ടം. കണ്ണടക്കേണ്ടിടത്ത് കണ്ണടക്കാനും, ഏത് തരത്തിലുള്ള തോന്നിവാസത്തിൻ്റെതായിട്ടുള്ള അധാർമികമായ ജനങ്ങളിൽ തെറ്റായ ചിന്തകൾ ഉണർത്തും വിധമുള്ള വസ്ത്രധാരണങ്ങൾ സ്വീകരിച്ചുകൊണ്ട് സമൂഹ മധ്യത്തിലേക്ക് ഇറങ്ങുന്ന സ്ത്രീകൾ,
നിയമപരമായി അംഗീകാരമുണ്ട് എന്ന കാരണം പറഞ്ഞുകൊണ്ട് ധാർമ്മികതയെ ചോദ്യം ചെയ്യുകയും പുരുഷന്റെ ലൈംഗികമായ താല്പര്യങ്ങളെ ഉണർത്തുകയും ചെയ്യുന്ന അവസ്ഥകൾ സമൂഹത്തിൽ സിനിമയുടെയും അതുപോലെയുള്ള സെലിബ്രിറ്റികളുടെയും മേഖലകളിൽ നിലനിൽക്കുന്നുണ്ട്. വിശ്വാസി സമൂഹം, വിശ്വാസികൾ എന്ന മുഅ്മിനൂൻ ലാ യദ്ഖുലുൽ ജന്നത ഇല്ലൽ മുഅ്മിനൂൻ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി പഠിപ്പിച്ച പറഞ്ഞു കൊടുത്ത ആ ഒരു വിഭാഗം, ആ വിഭാഗത്തിന്റെ ഗുണമാണ് തന്റെ ഭാര്യമാരിലും തന്റെ അടിമ സ്ത്രീകളിലും മാത്രമായി കൊണ്ട് തന്റെ ലൈംഗിക ആവശ്യ പൂർത്തീകരണത്തെ ഒതുക്കി നിർത്തുക എന്നുള്ളത്. ആ ഒരു മേഖലയിൽ ശക്തമായ ശ്രദ്ധ ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അഞ്ചാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അമാനാത്തുകൾ, വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ, അത് സൂക്ഷിക്കുന്ന ആളുകൾ. അമാനത്ത് ഒരു വ്യക്തിയിലേക്ക് കടന്നു വരിക 3 വിധത്തിലാണ്. ഒന്ന്, താൻ സ്വയം ഏറ്റെടുത്ത ഉത്തരവാദിത്തം. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മിസ്റിലെത്തി അവിടുത്തെ രാജാവിനോട് പറയുന്നുണ്ട്, ഇവിടുത്തെ ഖജനാവിന്റെ സൂക്ഷിപ്പ് ചുമതല എന്നെ ഏൽപ്പിക്കണമെന്ന്. വരാനിരിക്കുന്നുണ്ട് 7 വർഷത്തെ ക്ഷേമത്തിന്റെ കാലഘട്ടം. അത് കഴിഞ്ഞ് വരാനിരിക്കുന്നുണ്ട് 7 വർഷത്തെ ക്ഷാമത്തിന്റെ കാലഘട്ടം. ആദ്യത്തെ 7 വർഷത്തെ പ്രൊഡക്ഷനെ ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കുകയും അതിൽ നിന്ന് ഭക്ഷണാവശ്യാർത്ഥമുള്ളത് അനിവാര്യമായത് മാത്രം എടുക്കുകയും ബാക്കി സൂക്ഷിച്ചു വെക്കുകയും കൃത്യമായ റേഷൻ വിതരണ സംവിധാനത്തിലൂടെ 7 വർഷക്കാലത്തെ ക്ഷാമകാലഘട്ടത്തെ ഫിനാൻസ് മാനേജ്മെന്റ്, ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അത് കൃത്യമായി ഞാൻ ശ്രദ്ധിച്ചോളാം, എന്നെ ഏൽപ്പിക്കണമെന്ന്. അങ്ങനെയാണ് യൂസുഫ് നബിനെ ഭക്ഷണത്തിന്റെ വിതരണ ചുമതല, ഫുഡ് ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതല, മിനിസ്റ്റർ പദവിയിലേക്ക് അദ്ദേഹം ചോദിച്ചു വാങ്ങിയിട്ട് ഏറ്റെടുത്തതാ. വീഴ്ച വരുത്താൻ പാടുള്ളതല്ല. സമൂഹം ഏൽപ്പിക്കുന്ന ചുമതലകളുണ്ട്. അല്ലാഹ് ഏൽപ്പിച്ചത്, പ്രമാണങ്ങൾ ഏൽപ്പിച്ചത്, നാട്ടുകാരെ ഏൽപ്പിച്ചത്, തെരഞ്ഞെടുക്കപ്പെടുന്ന പഞ്ചായത്തിലെ മെമ്പർ, ബ്ലോക്ക് മെമ്പർ, MLA മാര്, MP മാര്, പള്ളിയുടെ സെക്രട്ടറിമാര്, പ്രസിഡന്റുമാര്, സംഘടനയുടെ ഉത്തരവാദിത്തമുള്ള പ്രബോധന സംവിധാനത്തിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകൾ, ആ ഏൽപ്പിക്കപ്പെട്ട അമാനത്ത് സമൂഹം ഏൽപ്പിച്ചതാണ്. ഒരു വീഴ്ചയും വരുത്താതെ ആ അമാനത്തുകളെ കൃത്യമായി കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. മൂന്നാമത്, ഞാനത് നിർവഹിക്കും എന്ന് സമൂഹം ധരിച്ചു പോയ കാലം. ഞാൻ ഏറ്റെടുത്തിട്ടില്ല, എന്നാരും ഏൽപ്പിച്ചിട്ടില്ല, പക്ഷേ ഞാനത് നിർവഹിക്കും എന്ന് സമൂഹത്തിനൊരു ധാരണയുണ്ട്. സമൂഹം അങ്ങനെ ധരിച്ചു വെച്ചിട്ടുണ്ട്. അവനത് ചെയ്തോളും, പ്രശ്നമല്ല. എങ്കിൽ അതും അമാനത്തിന്റെ പരിധിയിലേക്ക് വരുമെന്നാണ് പണ്ഡിതന്മാര് പറയുന്നത്. വിശദീകരണങ്ങൾ താഴേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട്. പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ. ഒന്ന്, നമസ്കാരത്തെ സംബന്ധിച്ചാണ് പറഞ്ഞത്. അതുപോലെ തന്നെ സകാത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. ലഅവിനെ കുറിച്ച്, ലൈംഗിക മേഖലയിലെ സൂക്ഷ്മതയെ കുറിച്ച്, അമാനത്തിനെ കുറിച്ച്. ഇത് മുഴുവൻ വിശ്വാസികളുടെ ഗുണങ്ങളാകും. അങ്ങനെ ഒരു വിശ്വാസി ആയിക്കഴിഞ്ഞാൽ അവൻ വിജയിച്ചു. ഇത് വിജയിച്ചിട്ട് അവൻ എന്താ കിട്ടുക? ഉലൈക ഹുമുൽ വാരിസൂൻ അല്ലദീന യരിസൂനൽ ഫിർദൗസ ഹും ഫീഹാ ഖാലിദൂൻ. ഉലൈക ഹുമുൽ വാരിസൂൻ, അവരാണ് അനന്തരാവകാശികൾ എന്ന്. എന്തിന്റെ അനന്തരാവകാശി? സ്വർഗത്തിന്റെ അനന്തരാവകാശി. സ്വർഗം മനുഷ്യ സമൂഹത്തിന്റെ തറവാട്ട് പ്രോപ്പർട്ടിയാണ്, തറവാട്ട് സ്വത്താണ്. ആദ്യത്തെ മനുഷ്യനെ സൃഷ്ടിച്ച് ആദമിനെയും തുടർന്ന് ഹവ്വായിനെയും സൃഷ്ടിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പ്രവേശിപ്പിച്ചത് സ്വർഗത്തിലേക്ക്. അതാണ് മനുഷ്യന്റെ തറവാട്. അവിടുന്ന് ഇറങ്ങിപ്പോന്നതാണ്. ആ തറവാടിനെ അനന്തരമായി കിട്ടും. ആർക്ക് കിട്ടും? മനുഷ്യർക്ക് കിട്ടും. മനുഷ്യരുടെ എല്ലാവർക്കും കിട്ടൂല. മറിച്ച് ആർക്കാ കിട്ടുക? ഈ മേലെ പറയപ്പെട്ട വിശ്വാസ ഗുണവിശേഷണങ്ങൾ ഉള്ള ആളുകൾ. ഈ കാര്യങ്ങളൊക്കെ അല്ലാഹ് വിശദീകരിച്ചിട്ട് 10-11 സൂറത്ത് മുഅ്മിനൂനിന്റെ തുടക്ക ഭാഗത്ത് 10-11 ആയത്തിൽ അല്ലാഹ് പറഞ്ഞത് ഉലൈക ഹുമുൽ വാരിസൂൻ അല്ലദീന യരിസൂനൽ ഫിർദൗസ്, അവരാണ് ഫിർദൗസിനെ അനന്തരമെടുക്കുന്നവർ. ഹും ഫീഹാ ഖാലിദൂൻ, അവരവിടെ സ്ഥിരവാസികളായിരിക്കുന്നു. നാളെ ഫിർദൗസിലുള്ള സ്ഥിരവാസം, ആ സ്ഥിരവാസം വാഗ്ദാനം ചെയ്യപ്പെട്ടത് യഥാർത്ഥ വിശ്വാസികൾക്കാകുന്നു.
അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹുവിനോട് റസൂലുള്ളാഹി പറഞ്ഞത്, വിശ്വാസികളല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് ജനങ്ങൾക്കിടയിൽ വിളംബരം നടത്തണമെന്ന്. പ്രിയമുള്ള സഹോദരന്മാരെ, യഥാർത്ഥ വിശ്വാസികളായി മാറും. ആ വിശ്വാസികളിൽ നിന്ന് ഉണ്ടാവേണ്ട നല്ല ഗുണങ്ങൾ എന്തൊക്കെയുണ്ടോ അവ മുഴുവൻ പ്രകടമാകുന്ന രൂപത്തിൽ സ്വന്തം നഫ്സിന് ബോധ്യപ്പെടുന്ന രീതി, ഞാനൊരു വിശ്വാസിയാണെന്ന് ഞാൻ എന്നെ ബോധ്യപ്പെടുത്തി ഈ കർമ്മങ്ങൾ മുഖേന മുന്നോട്ട് പോയാൽ മാത്രമേ ഞാൻ പരലോകത്ത് വിജയിക്കുകയുള്ളൂ എന്ന് തിരിച്ചറിവുണ്ടാകുന്ന വിധത്തിലുള്ള ജീവിതം നയിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുന്നതാണ്. അൽഹംദുലില്ലാഹ് حمدا كثيرا طيبا مباركا فيه كما ربنا ويرضى. الصلاة والسلام الأتمان الأكملان خاتم الأنبياء والمرسلين محمد آله وصحبه أجمعين. أما بعد يا أيها الناس أوصيكم وإياي ثانيا بتقوى الله. സഹോദരന്മാർ, റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയും. ഇപ്പൊ ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കേട്ടതാണ്. ആരാ നമസ്കാരത്തിന്റെ ഖുശൂഇന്റെ പ്രാധാന്യത്തെ കുറിച്ച് കേൾക്കാത്തവരാരും? സകാത്ത് കൊടുക്കണം എന്ന് കേൾക്കാത്ത വല്ല മനുഷ്യന്മാരും ഈ സദസ്സിലുണ്ട്? ആരുണ്ടാവും? പക്ഷെ ഇതൊക്കെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. ഒരു കൊല്ലം കഴിഞ്ഞു, 2024 കഴിഞ്ഞ് 2025 കയറി. ഒരു കൊല്ലം എത്ര ഖുത്ബ കേട്ടു? 52 ആഴ്ചയാണ്, വെള്ളിയാഴ്ചയാണ് ഒരു കൊല്ലത്തിലുണ്ടാവും. 52. ഒന്നോ രണ്ടൊക്കെ വല്ല യാത്രക്കായിട്ട് പോയി ചുരുങ്ങിയത് ഒരു 50 ഖുത്ബ കേട്ടിട്ടുണ്ടാവും. ഈ 50 ഖുത്ബകളിൽ നിന്ന് പറയപ്പെട്ടത് ജീവിതത്തിലേക്ക് പകർത്താൻ, നന്മകളെ വർദ്ധിപ്പിക്കാൻ, നമസ്കാരത്തിൽ സൂക്ഷ്മത ഉണ്ടാവാൻ, പള്ളിയിലേക്കൊന്ന് ജുമാക്കൊന്ന് കയറി വരണം, സമയത്ത് കയറി വരണം എന്ന് എനിക്ക് എത്ര തവണ പറഞ്ഞു. സഹോദരന്മാരത് നടക്കണമെങ്കിലേ അള്ളാന്റെ വലിയ തൗഫീഖ്. കേട്ടാ പോരാ, കേട്ടാ ചെവിക്ക് ഇങ്ങനെ കേൾക്കുമ്പോ ഇയർ ഡ്രം ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുമ്പോ ഒച്ച ഇങ്ങനെ ഉള്ളിലേക്ക് പോകും, അത്രേ ഉള്ളൂ. എന്തൊക്കെ കേൾക്കുന്നുണ്ട് നേരം വെളുത്ത. അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള മഹത്തായ തൗഫീഖ്, സഹായം, അത് ഉള്ള ആളുകൾക്ക് മാത്രമേ ഇസ്ലാമിലെ നന്മകൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ, ഇസ്ലാം വിരോധിക്കപ്പെട്ട തിന്മകളിൽ നിന്ന് വിട്ടുനിന്ന് റബ്ബിനെ ഓർത്ത്, റബ്ബിനെ നന്ദി കാണിച്ച്, ശുക്ർ കാണിച്ച്, ഇബാദത്തുകളൊക്കെ നല്ല നിലയ്ക്ക് ചെയ്ത് ജീവിക്കാൻ സാധിക്കുള്ളൂ. പണമുണ്ട്, സകാത്ത് എത്ര ആളുകൾ നൽകിയിട്ടുണ്ട്? പണമുണ്ട്, പള്ളിയുടെ പണി നടക്കുന്നുണ്ട്, പലതവണ ഓർമ്മപ്പെടുത്തി. എത്ര ആളുകൾക്കത് ഉണ്ടായിട്ട് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്? ഇല്ലാത്തവന് കൊടുക്കണം എന്ന് ചിലപ്പോൾ ആഗ്രഹമുണ്ടാവും. ഉണ്ടായിട്ട് കൊടുക്കാൻ ഇതുവരെ സാധിക്കാതെ പോയത് ഇതൊരു തൗഫീഖാണ്. റബ്ബിങ്കിൽ നിന്നുള്ള സഹായം ലഭ്യമാകാൻ ഒരു പ്രാർത്ഥന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയപ്പെട്ട സ്വഹാബി മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി പഠിപ്പിച്ചു. ഒരിക്കൽ മുആദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി വിളിച്ചു, യാ മുആദ് വല്ലാഹി ഇന്നി ലഉഹിബ്ബുക, വല്ലാഹു ഇന്നി ലഉഹിബ്ബുക. മുആദേ, എനിക്ക് നിന്നെ നല്ല ഇഷ്ടമാണ്, എനിക്ക് നിന്നെ നല്ല ഇഷ്ടമാണ്. ഇഷ്ടമുണ്ടെങ്കിൽ എന്താ ചെയ്യുക? ഒരാൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അയാൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കണം. ഭാര്യനെ നല്ല ഇഷ്ടമാണെങ്കിൽ ഭാര്യനെ തോന്നിയ വഴിക്ക് ഓള് പറഞ്ഞതൊക്കെ കീഴൊതുങ്ങിയിട്ട് അവളെ പാട്ടിന് വിടൽ. മക്കളോട് നല്ല ഇഷ്ടമാണ്, മക്കൾ എന്ത് ചോദിച്ചാലും വാങ്ങിക്കൊടുക്കുക. ചിലപ്പോൾ ഹൈറും ഉണ്ടാവും, ചിലപ്പോൾ ഷെറും ഉണ്ടാവും. അങ്ങനെയല്ല, ഇഷ്ടമുള്ള ആളുകളോട് നല്ല റൂട്ടിലൂടെ അവരെ നടത്താൻ വേണ്ടി ശ്രമിക്കണം. മുആദിനെ റസൂലുള്ളാഹിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഊസീക യാ മുആദ്, മുആദേ, ഞാൻ നിനക്കൊരു വസിയത്ത് ചെയ്യും. എന്താ വസിയത്ത്? ലാ അഅനി അലാ ദിക്രിക് ലാ തദഅന്ന ഫീ ദുബ്രി കുല്ലി സ്വലാത്തിൻ തഖൂൽ. എല്ലാ നിസ്കാരം കഴിഞ്ഞാൽ, എല്ലാ ജമാഅത്ത് നിസ്കാരം കഴിഞ്ഞാൽ നീ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന നീ വിട്ടുപോകാൻ പാടില്ല. എന്താ പ്രാർത്ഥന? അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. അല്ലാഹുമ്മ, അല്ലാഹുവേ, അഇന്നി, എന്നെ നീ സഹായിക്കണം. അള്ളാന്റെ സഹായം വേണം, അള്ളാന്റെ തൗഫീഖ് വേണം.
ചോദിച്ചു വാങ്ങണം റബ്ബിന്റെ തൗഫീഖിനെ. അല്ലെങ്കിൽ ഇങ്ങനെ കേൾവിക്കാരൻ മാത്രമായി പോണ പോക്കിൽ അങ്ങനെ വലിയ ശക്തമായ മഴയിൽ മഴവെള്ളപ്പാച്ചില ചപ്പ് ചവറ് പോലെ ചണ്ടി പോലെയുള്ള ആളുകളായി മാറും. കേൾക്കുന്നു ഇറങ്ങിപ്പോണു, ഒന്നും അവനവന് ബാധകല്ലാത്ത രീതി. പ്രയോഗവൽക്കരിക്കണമോ? റബ്ബിങ്കിൽ നിന്നുള്ള സഹായം വേണം. അലാ ദിക്രിക, നിന്നെ ഓർക്കാൻ. രാവിലെ എഴുന്നേറ്റ് പായലിരുന്ന അൽഹംദുലില്ലാ എന്ന് പറയാൻ നീ എന്നെ സഹായിക്കണമേ. അവിടുന്ന് വുളുവെടുത്ത് ദുആ നിർവഹിച്ച് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ് റബ്ബിന്റെ ഭവനത്തിലേക്ക് നടന്നു പോകാൻ നീ എന്നെ സഹായിക്കണമേ എന്ന്. റബ്ബിന്റെ സഹായം അല്ലാണ്ട് പള്ളിയിൽ എത്തൂല ജമാഅത്തിന്. നിസ്കാരം കഴിഞ്ഞ് അവിടെ ഇരുന്നു കൊണ്ട് അദ്കാറുകൾ നിർവഹിക്കാൻ എന്നെ നീ സഹായിക്കണമേ എന്ന്. രാവിലും ഉറക്കിലും ഉണർച്ചയിലും രാവിലും പകലിലും എല്ലാം അള്ളാഹുവിന് ദിക്ർ ചൊല്ലാൻ, അവനെ സ്മരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കാൻ റബ്ബിന്റെ സഹായം നീ തേടണം മുആദേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പഠിപ്പിക്കുക. കർമ്മം, ഏത് കർമ്മം ചെയ്യുമ്പോഴും അതിന്റെ കൂടെയൊക്കെ റബ്ബിങ്കിൽ നിന്നുള്ള തൗഫീഖിനെ കുറിച്ചുള്ള പ്രതീക്ഷ ജീവിതത്തിൽ വെച്ചു പുലർത്തും. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറയൽ റബ്ബിങ്കിൽ നിന്നുള്ള തൗഫീഖിനെ ചോദിക്കലാണ്, സഹായ തേട്ടമാണ്. ഹയ്യാല സ്വലാത്ത് ഹയ്യാലൽ ഫലാ എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയൽ ലാ ഹൗല വലാ ഖുവത, ഹൗല് മാറ്റമാണ്, സ്ഥിതി മാറ്റമാണ്. കച്ചവടത്തിന് തിരക്കിന്റെ ഇടയിൽ ഇരിക്കുക, ആ സ്ഥിതിനെ അങ്ങോട്ട് മാറ്റിയിട്ട് പള്ളിയിലേക്ക് ഇങ്ങോട്ട് വരാൻ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, റബ്ബേ നിന്റെ വക്കൽ നിന്നല്ലാതെ, നിന്റെ സഹായം കൊണ്ടല്ലാതെ എനിക്ക് ഈ ഇടപാട് നിർത്തിയിട്ട് ഇങ്ങോട്ട് വരാൻ കഴിയില്ലാന്ന്. റബ്ബിനോട് ജമാഅത്തിന് എത്താൻ വേണ്ടിയുള്ള സഹായതോട്ടമാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയുന്ന വാചകം. ബാങ്കിനെ ശ്രദ്ധിക്കലില്ല, പ്രതികരിക്കലില്ല, പ്രതികരിക്കുന്നവൻ എന്തായി പറയണമെന്ന് പറയില്ല. അതുകൊണ്ടാണ് തൗഫീഖുകൾ പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നത്. മുആദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തുടർന്നുകൊണ്ട് പ്രാർത്ഥന പഠിപ്പിക്കുക, അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. വശുക്രിക, നിനക്ക് ശുക്ർ ചെയ്യാൻ. ഭൂമിയിൽ ജീവിക്കുമ്പോൾ റബ്ബ് നൽകിയ മഹാനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾക്ക് മുഴുവൻ നന്ദിയുള്ളവനായി ജീവിക്കാൻ എനിക്ക് നീ തൗഫീഖ് നൽകണം, എന്നെ നീ സഹായിക്കണം. വഹുസ്നി ഇബാദതിക, നിനക്ക് നല്ല ഇബാദത്ത് ചെയ്യാൻ. ഇബാദത്ത് ചെയ്താ പോരാ, അതാ നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞത്. തലകുത്തി മറിഞ്ഞാ പോരാ, സർക്കസ് കളിച്ച് ട്രപ്പീസ് കളിച്ചാ പോരാ, മറിച്ച് ഖുശൂഅോടുകൂടി തഖ്വയോടുകൂടിയുള്ള നിസ്കാരം, അതാ ഹുസ്നുൽ ഇബാദത്ത്. അങ്ങനത്തെ ഹുസ്നുൽ ഇബാദത്ത് നിർവഹിക്കാൻ എന്നെ നീ സഹായിക്കണം റബ്ബേ എന്ന്. സഹോദരന്മാർ, സഹോദരിമാർ, ദുആ കാണാതെ പഠിച്ചു വെക്കുക. 5 നേരവും നിസ്കാര ശേഷം പ്രാർത്ഥിക്കാൻ മുആദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ്. ആ പ്രാർത്ഥന നിർവഹിക്കുന്നിടത്താണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയമുള്ളത്. അവിടെയാണ് മുഅ്മിനിന്റെ ഗുണവിശേഷണങ്ങൾ പ്രകടമാക്കിക്കൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. റബ്ബിലേക്ക് പ്രാർത്ഥനയോടുകൂടി മടങ്ങി യഥാർത്ഥ വിശ്വാസികളായിക്കൊണ്ട് വിശ്വാസികളുടെ നല്ല ലക്ഷണങ്ങൾ പ്രകടമാക്കിക്കൊണ്ട് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ, മുഅ്മിനുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ ഫളൽ കൊണ്ട് നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് റബ്ബ് നമുക്ക് മുൻപ് തിരിച്ചു വിളിച്ച മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, മക്കള്, ഭാര്യ, ഭർത്താക്കന്മാർ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തിനെ പ്രദാനം ചെയ്യുകയും അവന്റെ സ്വർഗ്ഗലോകത്ത് ഏറ്റവും ഉന്നതമായ സ്വർഗ്ഗലോകം ജന്നാത്തുൽ ഫിർദൗസ്, അവിടെ നമ്മെയും അവരെയും അവൻ ഒരുമിച്ച് കൊണ്ടുമാറാവും. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم ادخل الجنة يا رب العالمين. اللهم أعنا على ذكرك وشكرك وحسن عبادتك. اللهم أعنا على ذكرك وشكرك وحسن عبادتك. اللهم أعنا على ذكرك وشكرك وحسن عبادتك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا. ربنا إنك رؤوف رحيم. وصلى الله على محمد وسلم والحمد لله رب العالمين.